വേദങ്ങളും പുരാണങ്ങളും ശാസ്ത്രങ്ങളും മഹാഭാരതവും എഴുതിക്കഴിഞ്ഞിട്ടും വേദവ്യാസന് സംതൃപ്തി കിട്ടിയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടാതിരുന്നത്? ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. ദ്വാപരയുഗത്തിൽ പരാശര മഹർഷിക്ക് സത്യവതിയിൽ ജനിച്ച പുത്രനാണ് വേദവ്യാസൻ. ഒരു ദിവസം അദ്ദേഹം സൂര്യോദയത്തിൽ സരസ്വതി നദിയിൽ കുളിച്ച് ഏകാന്തതയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളുടെ മാറ്റം കണ്ട് വൈദിക കർമ്മങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി വേദത്തെ 4 പകുത്തു. ഋഗ്, യജുസ്, സാമം, അഥർവം ഇവയാണ് 4 വേദങ്ങൾ. സാധാരണക്കാർക്ക് വേണ്ടി മഹാഭാരതവും നിർമ്മിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് സംതൃപ്തിയുണ്ടായില്ല. വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും എഴുതിക്കഴിഞ്ഞിട്ടും എന്താണ് തൃപ്തി ഉണ്ടാകാത്തത് എന്ന് അദ്ദേഹം ആലോചിച്ചു. ഈ സമയത്താണ് വീണാധാരിയും ദേവർഷിയുമായ നാരദൻ ചിരിച്ചുകൊണ്ട് വന്നത്. അങ്ങ് എന്താണ് അസംതൃപ്തനെ പോലെ ഇരിക്കുന്നത്? സർവാർത്ഥപൂർണമായ മഹാഭാരതം അങ്ങ് എഴുതി, വേദങ്ങൾ പകുത്ത്, അറിയേണ്ടത് അറിഞ്ഞു, എന്നിട്ടും എന്തേ സംതൃപ്തനാകാത്തത്? അത് കേട്ട് വ്യാസൻ പറഞ്ഞു, നാരദ, എനിക്ക് അങ്ങ് പറഞ്ഞതെല്ലാമുണ്ട്, എങ്കിലും സംതൃപ്തി ഉണ്ടാകുന്നില്ല. അതിന് കാരണമെന്തെന്ന് ഭക്തോത്തമനായ അങ്ങയോട് ചോദിക്കുകയാണ്. അങ്ങ് പുരാണപുരുഷനെ അറിഞ്ഞു തന്നെ സേവിച്ചിട്ടുണ്ടല്ലോ. 3 ലോകത്തിലും ചുറ്റി സഞ്ചരിക്കുന്ന അങ്ങ് എൻ്റെ കുറവിനെപ്പറ്റി പറഞ്ഞു തരണം. ഇത് കേട്ട നാരദൻ പറഞ്ഞു, അങ്ങ് ഭഗവാനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല. അതാണ് സംതൃപ്തിയുണ്ടാകാത്തത്. പുരുഷാർത്ഥങ്ങൾ എത്ര തന്നെ വർണ്ണിച്ചാലും ശ്രീകൃഷ്ണ കഥ വർണ്ണിച്ചില്ലെങ്കിൽ ന്യൂനതയുണ്ടാകും. ഭക്തിയോടുകൂടാത്ത ജ്ഞാനം ശോഭനമാവുകയില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തനം ചെയ്യണം. ഭഗവത്പാദം സ്മരിക്കാതെ ചെയ്യുന്ന ധർമ്മം ഉത്തമമല്ല. ഭഗവത് കഥാ വർണ്ണനമാണ് ഉത്തമ ധർമ്മം. ഇത്രയും പറഞ്ഞ് നാരദൻ അപ്രത്യക്ഷനായി. അതിനുശേഷം നാരദൻ പോയതിനു ശേഷം വേദവ്യാസൻ ശ്രീമദ് മഹാഭാഗവത്തെ നിർമ്മിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.